ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അടങ്ങുന്ന കത്ത് SITക്ക് ലഭിച്ചു. ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ അമൂല്യ വസ്തുക്കൾ സുരക്ഷിതമല്ല എന്ന് കത്തിൽ പറയുന്നു. മഹാക്ഷേത്രങ്ങളിലെ നൂറ്റാണ്ടുകളായുള്ള രത്നങ്ങളും ആഭരണങ്ങളും ഒക്കെ സുരക്ഷിതമല്ല എന്നാണ് കത്തിൽ വ്യക്തമാക്കുന്നത്. 2019 തിരുവാഭരണ കമ്മീഷണർ അയച്ച കത്തിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ട് അനന്തൻ, വളരെ നിർണായകമായ അല്ലെങ്കിൽ ഭക്തരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന വിവരം കൂടിയാണ് ഈ കത്തിലുള്ളത്. എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, പലയിടങ്ങളിലും നമ്മൾ ഈ വിവാദമുണ്ടായതിന് പിന്നാലെ നമ്മൾ തന്നെ പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുത്തതാണ്. കിരീടങ്ങൾ കാണാനില്ലാത്ത അല്ലെങ്കിൽ വിളക്കുകൾ കാണാനില്ലാത്ത ഒക്കെ അവസ്ഥയുണ്ട്. അതൊക്കെ എവിടെ പോയി, എലി എടുത്തുകൊണ്ട് പോയി എന്ന് വരെ പറയുന്ന സ്ഥലങ്ങൾ ഉണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള ഒരു ക്രമക്കേട്, തട്ടിപ്പ് ഒക്കെ പല ക്ഷേത്രങ്ങളിലും നടന്നിട്ടുണ്ടാകും എന്നുകൂടിയാണ് ഈ കത്തിലെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അല്ലേ? ദിവിഷ്, ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണ് നമ്മൾ ഇത്രകാലം ചർച്ച ചെയ്തത്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മറ്റു ചില ക്ഷേത്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിലുള്ള അമൂല്യ വസ്തുക്കളെക്കുറിച്ചും സ്വർണ്ണ ഉരുപ്പടികളെക്കുറിച്ചുമൊക്കെയുള്ള ആശങ്കകൾ ഭക്തജനങ്ങളടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ ആശങ്കയ്ക്ക് അടിത്തറയിടുന്ന, ആ ആശങ്കയ്ക്ക് കരുത്തു പകരുന്ന ഒരു രേഖയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ഈ രേഖ RG രാധാകൃഷ്ണൻ, അതായത് തിരുവാഭരണം കമ്മീഷണറായിട്ട് 2019 ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ 2/9/2019 അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ച ഒരു കത്താണിത്. ആ കത്തിൽ പറയുന്നത് വലിയ ആശങ്കപ്പെടുത്തുന്ന, ഭക്തജനങ്ങളെ ആകെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു വിവരമാണ്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 263 സബ് ഗ്രൂപ്പുകളിലായി പാറശാല മുതൽ പെരുമനം വരെയുള്ള മഹാക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ അമൂല്യ വസ്തുക്കളും സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും സംബന്ധിച്ച് ഒരു രേഖകളുമില്ല. അതെല്ലാം ഒട്ടും സുരക്ഷിതമല്ലാതെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമടങ്ങുന്ന ഒരു കത്താണ് അന്ന് നൽകിയിരിക്കുന്നത്. ആ കത്തിൽ പറയുന്നത് കഴിഞ്ഞ 15 വർഷമായി, അതായത് 2019 കൊടുത്ത കത്തിലാണ് പറയുന്നത്, കഴിഞ്ഞ 15 വർഷമായി തിരുവാഭരണം ഭരണിപാത്ര സംരക്ഷണ നിയമങ്ങളൊന്നും തന്നെ പിന്തുടരുന്നില്ല. മാത്രമല്ല, ഒരു ഉരുപ്പടികൾക്കും 4ാം രജിസ്റ്ററോ കൃത്യമായ രേഖകളോ ഇല്ല. ഇതൊന്നും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. അതിനൊപ്പം ഈ സാധാരണഗതിയിൽ തിരുവാഭരണങ്ങൾ സംബന്ധിച്ച് സ്വർണ്ണ വെള്ളി ആഭരണങ്ങൾ ഉരുപ്പടികൾ സംബന്ധിച്ച് കൃത്യമായ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, അതായത് ചില മാസങ്ങളിൽ അത് പുറത്തു കൊണ്ടുപോകാം, ചില മാസങ്ങൾ അല്ലെങ്കിൽ അത് ആവശ്യത്തിന് ഉപയോഗിക്കുകയോ പുറത്ത് വിൽക്കുകയോ ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ കൂടുതലായി നടപരമായി വരികയും ചെയ്യാം. അപ്പോൾ ഇത് സംബന്ധിച്ച് 6 മാസത്തിലൊരിക്കൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരു ഏറ്റക്കുറവ് കണക്ക് കൊടുക്കേണ്ടതുണ്ട് മേലുദ്യോഗസ്ഥർക്ക്. അത് ഈ കാലയളവിൽ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, മേലുദ്യോഗസ്ഥർ കൃത്യമായ സ്ട്രോങ് റൂമുകളിൽ പരിശോധന നടത്തി രജിസ്ട്രികൾ പരിശോധിക്കണമെന്നുള്ള നിയമമുണ്ട്. അതും പാലിക്കുന്നില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്വർണ്ണ വെള്ളി ആഭരണങ്ങൾക്ക് എപ്പോഴും മുൻഗണന നൽകണം, മുന്തിയ പരിഗണന കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. അതും അങ്ങനെ ഒരു പരിഗണനയെ കൊടുക്കാറില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ഇതുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ടുന്ന ഒരു നിബന്ധനകളും ഉദ്യോഗസ്ഥരാരും പാലിക്കുന്നില്ല. ദേവസ്വം ബോർഡ് വക ക്ഷേത്രങ്ങളിലെ സ്വർണ്ണം വെള്ളി ഉരുപ്പടികൾ സംബന്ധിച്ച് ചില ക്രമീകരണങ്ങൾ കൂടി വരുത്തേണ്ടതുണ്ട്. മഹാക്ഷേത്രങ്ങളിലും മേജർ ക്ഷേത്രങ്ങളിലും നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചു വെക്കുന്ന അമൂല്യങ്ങളായ വൈരങ്ങളും രത്നങ്ങളും ആഭരണങ്ങളും സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഒരു ബുക്ക്ലെറ്റ്, ഒരു ഇൻവെന്ററി തയ്യാറാക്കേണ്ടതുണ്ട്. ഇത് ഭാവിയിലേക്ക് ഈ അപൂർവ വസ്തുക്കൾ സംരക്ഷിക്കുന്നതിന് ഉതകും. അതായത് ഇങ്ങനെ നമുക്കറിയാം, ഏറ്റുമാനൂരടക്കം അമ്പലപ്പുഴയടക്കം മഹാക്ഷേത്രങ്ങൾ, വൈക്കമടക്കം മഹാക്ഷേത്രങ്ങളുണ്ട്. നൂറ്റാണ്ടുകളായി അവിടെ സൂക്ഷിക്കുന്ന അമൂല്യ രത്നങ്ങളടക്കമുള്ള വസ്തുക്കളുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു ഇൻവെന്ററി പോലും ഇല്ല എന്നാണ് RG രാധാകൃഷ്ണൻ ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഇനി RG രാധാകൃഷ്ണൻ ഈ ആശങ്കപ്പെടുത്തുന്ന കത്ത് അയച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അതാരാണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന KS ബൈജു 2019 ദ്വാരപാലക പാളികളും വാതിലുകളും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് ഗുരുതരമായ പിഴവ് വരുത്തിയ, ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്ന അന്നത്തെ തിരുവാഭരണം കമ്മീഷണറായിരുന്നു KS ബൈജു. ആ ബൈജുവിന് ശേഷം തൊട്ടു പിന്നാലെ തിരുവാഭരണം കമ്മീഷണറായ വ്യക്തിയാണ് RG രാധാകൃഷ്ണൻ. ഈ RG രാധാകൃഷ്ണനാണ് 2019 ചെന്നൈയിൽ പോയി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശി വെച്ചിരുന്ന പാളികൾ കണ്ട് തൂക്കം നോക്കി, പക്ഷേ പഴയ തൂക്കവുമായി ഒത്തുനോക്കാതെ, ആ കുറവ് കണ്ടെത്താതെ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി തിരിച്ച് അതേപോലെ വെറും കൈയോടെ തിരുവനന്തപുരത്ത് വന്ന ഉദ്യോഗസ്ഥനാണ് RG രാധാകൃഷ്ണൻ. അതായത് ഈ നിലവിൽ SITയുടെ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ SITക്ക് ഈ കത്ത് ലഭിച്ചിട്ടുണ്ട്. ഈ കത്ത് 2/9/2019 എഴുതാൻ, 2019 വർഷം ഇത്ര കഴിഞ്ഞു, ഇങ്ങനെ വളരെ നിർണായകമായ വിവരങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ ആശങ്കകൾ രേഖപ്പെടുത്തുന്ന ഒരു കത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടികളോ അനക്കമോ ഉണ്ടായിട്ടുണ്ടോ?
അതിനു മുൻപ് ദിവിഷ ഈ കത്ത് എഴുതിയ തീയതി വലിയ പ്രത്യേകതയുള്ളതാണ്. അതായത് 2/9/2019 RG രാധാകൃഷ്ണൻ ഈ കത്ത് എഴുതിയിരിക്കുന്നത്. അതായത് 29/8/2019 RG രാധാകൃഷ്ണൻ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ പോയി അവിടെ സ്വർണം പൂശി വെച്ചിരിക്കുന്ന ദ്വാരപാലക പാളികൾ കണ്ട ശേഷം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്ത് അത് ഇങ്ങോട്ട് കൊണ്ടുവരാതെ വെറും കൈയോടെ വന്ന ഡേറ്റ് 29/8/2019. അപ്പോൾ അന്ന് തിരിച്ചു വന്ന് ഒരു 1-2 ദിവസത്തിനുള്ളിലാണ് ഈ തിരുവാഭരണങ്ങളും ആഭരണങ്ങളും സുരക്ഷിതമല്ല എന്നോ വിശദമായ ഒരു കുറിപ്പ് ദേവസ്വം പ്രസിഡന്റിന് RG രാധാകൃഷ്ണൻ അയച്ചിരിക്കുന്നത്. ഇപ്പോൾ SIT പരിശോധിക്കുന്നത് അതേ ദിവസം അത്രയും പ്രത്യേകതയുള്ള ദിവസം, അതായത് ശബരിമല സന്നിധാനത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഉരുപ്പടികൾ ചെന്നൈയിൽ നാനാവിധമായ സമയത്ത് അത് കണ്ട ശേഷം തിരിച്ചു വന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിനാണ് ഈ കത്ത് 2/9/2019 എഴുതിയത് എന്നത് സംബന്ധിച്ച് SIT വിശദമായി പരിശോധിക്കുകയാണ്. അവർ കരുതുന്നത് ഒന്നുകിൽ RG രാധാകൃഷ്ണൻ തനിക്ക് പിഴവ് സംഭവിച്ചിരിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഇനി എപ്പോഴെങ്കിലും പിടിക്കപ്പെടുകയാണെങ്കിൽ അതിന് ഒരു ഒഴിവ് പറയാൻ വേണ്ടി അന്നേ ഞാനിതൊക്കെ അറിയിച്ചിരുന്നു എന്ന് വരുത്താൻ വേണ്ടി എഴുതിയ കത്ത്. അതല്ലെങ്കിൽ അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് ഈ ഇൻവെന്ററി ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി 2 അസിസ്റ്റന്റുമാരെയും തിരുവനന്തപുരത്ത് തിരുവാഭരണം കമ്മീഷണർ ഒരു ക്യാമ്പ് ഓഫീസ് തുടങ്ങണമെന്ന്. അപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് തങ്ങാനുള്ള ഒരു പഴുതിന് വേണ്ടിയുള്ള കത്ത്. അങ്ങനെ 2 രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു കത്താണ്. പക്ഷേ അതിൽ ഗുരുതരമായ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത് 15 വർഷമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രങ്ങളിലെയും സ്വർണ്ണ ആഭരണങ്ങളോ അല്ലെങ്കിൽ വെള്ളി ആഭരണങ്ങളോ അമൂല്യമായ വസ്തുക്കളോ സംബന്ധിച്ച് ഒരു കണക്കും ഒരു വിലയിരുത്തലും ഒരു കാര്യങ്ങളും രേഖാമൂലമുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഈ കത്തിലുണ്ട്. പക്ഷേ ആ കത്ത് എഴുതുന്ന സാഹചര്യമാണ് SIT സംശയിക്കുന്നത്. ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥനാണ്. ദിവിഷൻ. ശരി, എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് അനന്തൻ പങ്കുവച്ചത്.